സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഓണാശംസകൾ അറിയിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് പോകാം. എന്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു നല്ല നേതാവായിട്ടുള്ള അദ്ദേഹം ഒരു നല്ല നേതാവാണോ അല്ലേ എന്നുള്ളൊരു കാര്യത്തിൽ ആർക്കും ഒരു സംശയം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു നേതാവായിട്ടുള്ള ആ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള അല്ലെങ്കിൽ അതീവ ഗുരുതരമായിട്ടുള്ള ഒരുപാട് ആരോപണങ്ങളിൽ കൂടി സ്ത്രീകളും അതേപോലെ തന്നെ സ്ത്രീകളല്ലാത്ത ട്രാൻസ് വുമണും ഒക്കെ രംഗത്തേക്ക് വന്നു. അപ്പോൾ ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 10ഓളം പരാതികളാണ് വന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് മാധ്യമങ്ങളെല്ലാം കൊട്ടിഘോഷിച്ചുകൊണ്ട് നാളിതുവരെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പീഡന വീരനാണെന്ന് പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത്. എന്നാൽ സത്യം എന്തായിരുന്നു? നമുക്കറിയാം, രാഹുൽ ഈശ്വർ എന്ന് പറയുന്നൊരു വ്യക്തി, അദ്ദേഹം ഈ വിഷയങ്ങൾ തുടങ്ങിയ അന്നു മുതൽ ഇന്ന് വരെയും എപ്പോഴുമായിട്ട് രാഹുൽ ഈശ്വർ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എല്ലാ ദിവസവും ഒരു വീഡിയോ എങ്കിലും മിനിമം രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഇദ്ദേഹം വെറും മണ്ടനാണെന്നാണോ നിങ്ങളെല്ലാവരും പറയുന്നത്? ഒരിക്കലുമല്ല. കാരണം ഞാൻ ആദ്യമേ നമ്മുടെ വീഡിയോ ചെയ്യുന്ന സമയത്തെ ഞാൻ പറഞ്ഞിരുന്നു, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒതുക്കാനായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പാർട്ടിക്കകത്തുള്ള ആളുകളും അതേപോലെ തന്നെ LDFും പിന്നെ അതോടൊപ്പം തന്നെ സംഘിക്കുട്ടന്മാരും ഒക്കെ ചേരുന്നുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പുറത്തു നിന്നുള്ളവർ വന്ന് എന്തെങ്കിലും ചെയ്തിട്ട് പോട്ടെ നമുക്ക് വേണമെങ്കിൽ പറയാം, പക്ഷേ അകത്തുള്ള ആളുകൾ തന്നെ ശ്രമിക്കുമ്പോൾ അതെന്തൊരു ചെറ്റത്തരമാണല്ലേ. അതായത് തൻ്റെ കൂട്ടത്തിൽ തന്നോളം വളർന്നു വരുന്ന ഒരാളെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു കണ്ണുകടി, അല്ലെങ്കിൽ എൻ്റെ മുകളിൽ ഒരാൾ വരാൻ പാടില്ല എന്നുള്ളൊരു ധാർഷ്ട്യം, അതാണ് ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിനോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഉള്ളിൽ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസാരിക്കാനായിട്ട് അവർക്കൊരു വികാരം ഉണ്ടാവാനായിട്ടുള്ള കാരണമായതും. അപ്പോൾ ഈ തലമൂത്തപ്പന്മാർ ആരൊക്കെയാണ്? ഈ VD സതീശനെ പോലെയുള്ള ആളുകളാണല്ലേ. അപ്പോൾ ഇവർ ഈ VD സതീശൻ ഈ ഒരു വിഷയങ്ങളൊക്കെ വന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സംരക്ഷിക്കുന്ന രീതിയിലല്ല സംസാരിച്ചിരുന്നത്. ഇയാൾ സംസാരിച്ചത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടുത്ത് രാജിവെക്കുന്നതിനെ പറ്റി സംസാരിക്കുകയുണ്ടായി. അപ്പോൾ രാജിവെക്കുന്നതിനെ പറ്റി സംസാരിക്കാൻ രാഹുൽ മാങ്കൂട്ടം സ്വമേധയാ രാജിവെച്ച് പോയെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. എന്നാൽ പിന്നീട് മാധ്യമങ്ങൾക്ക് മുൻപിൽ VD സതീശനും അതേപോലെയുള്ള ഓരോ യൂത്ത് കോൺഗ്രസിലെ നേതാക്കന്മാർ വരുമ്പോഴും അവർ പറഞ്ഞിരുന്നത്, ഈ നമ്മൾ നിർബന്ധിച്ച് ഈ ഒരു വിഷയം ഉണ്ടായപ്പോൾ തന്നെ നമ്മൾ നിർബന്ധിച്ച് രാഹുലിനെ കൊണ്ട് രാജിവെപ്പിച്ചു എന്നാണ്. എന്നാൽ രാഹുൽ രാജിവെച്ചു എന്നുള്ളൊരു കാര്യമാണ് സത്യം അല്ലേ. നമുക്കറിയാം, രാഹുലിനെതിരെ റിനിയാൻ ജോർജ് എന്ന് പറയുന്ന യുവനടി എന്ന് സ്വയമേ പറഞ്ഞ് നടക്കുന്ന ആ പെൺകുട്ടി അല്ലെങ്കിൽ ആ ഒരു സ്ത്രീ, ഇവർ പരാതിയുമായിട്ട് വന്നപ്പോൾ പോലും നമ്മളെല്ലാവരും ഏകദേശം വിശ്വസിച്ചിരുന്നു ഇതൊരു പക്ഷേ സത്യമായിരിക്കും. കാരണം ഒരു സ്ത്രീ മുഖം കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ തന്നെ അവൻ ഇങ്ങനെ അബ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നു, അല്ലെങ്കിൽ തന്നോട് ഇങ്ങനെ മോശമായിട്ട് ബിഹേവ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ലൈവിൽ വന്നതെന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും വിശ്വസിച്ചു പോകും. ആ രീതിയിൽ തന്നെയാണ് ഇവർ ഈ പറയുന്ന ഇരകളെന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ ഇരകളെന്ന് പറയാൻ വേണ്ടിയിട്ട് യുവതികളെ രംഗത്തേക്ക് ഇറക്കിയത്. എന്നാൽ ഈ രാഹുൽ മാങ്കൂട്ടം ഇതൊന്നും ചെയ്തിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഇത് കരുതി കൂട്ടി കൊണ്ടുവന്നതാണെന്നുള്ളത് നമുക്ക് മനസ്സിലായത് എപ്പോഴാണ്? ഈ ട്രാൻസ് വുമൺ രംഗത്തേക്ക് വന്നപ്പോഴാണ് അല്ലേ. അത് തന്നെയാണ് സത്യം. ഈ ട്രാൻസ് വുമൺ രംഗത്തേക്ക് വന്നിട്ട് പറഞ്ഞ കുറേ ഉടായ്പകളുണ്ട്. അത് രാഹുൽ എന്നെ ഈ റേപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുമായിരുന്നു അത്രേ. ഈ രാഹുൽ എന്നോട് ഈ മോശമായിട്ടുള്ള ഒരു സ്നേഹമുണ്ടായിരുന്നു, എന്നെ പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി അതും ഇതും ചെയ്യാനായിട്ട് അബ്യൂസ് ചെയ്യാനായിട്ടൊക്കെ ആയിരുന്നു രാഹുലിൻ്റെ ആഗ്രഹം എന്നാണ്. ഞാൻ ഈ സംഭവം ഉണ്ടായി ഈ വീഡിയോ ചെയ്ത സമയത്തും ഇപ്പോഴും ഞാൻ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യം തന്നെയാണ്, ഈ സാധനത്തിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നുമോ? ഞാനിത് ഒരിക്കലും ഒരു ബോഡി ഷെയ്മിങ് നടത്തുകയോ അല്ലെങ്കിൽ ഈ പറയുന്ന ട്രാൻസ് വുമൺ കാറ്റഗറിയിൽ വരുന്ന ആളുകളെ, ട്രാൻസ്ജെൻഡേഴ്സിനെ ഞാൻ അപകീർത്തികരമായിട്ട് അല്ലെങ്കിൽ അവരെ ഇകഴ്ത്തി സംസാരിക്കുക ചെയ്യുന്നതല്ല. നമുക്കറിയാം, ട്രാൻസ്ജെൻഡേഴ്സിന് അല്ലെങ്കിൽ ട്രാൻസ് വുമൺ ആയിട്ടുള്ള നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾക്ക് നമ്മുടെ സമൂഹം കൊടുക്കുന്ന പരിഗണനയും അവർക്ക് കൊടുക്കുന്ന ഒരു ലാളനയും ഒക്കെ എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അവരെ ആരും ഈ പറയുന്ന ഒരു എന്താ പറയുക മറ്റുള്ള പേര് വിളിക്കുകയോ അല്ല അവരെ ആ രീതിയിൽ കാണുകയോ ചെയ്യുന്നില്ല. അവരും ഈ സമൂഹത്തിൽ ജീവിക്കേണ്ട ഒരാളാണെന്നുള്ള രീതിയിൽ കണ്ടുകൊണ്ട് തന്നെയാണ് എല്ലാ ആളുകളും ബിഹേവ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിനിടയിൽ ഈ ഒരു ആനുകൂല്യങ്ങൾ ഇതൊരു പ്രിവിലേജായിട്ട് കണക്കാക്കിക്കൊണ്ട് തന്നെയും അതിനെ മോശമായിട്ടുള്ള രീതിയിലേക്ക് വരച്ച് കാണിക്കാൻ ശ്രമിക്കുന്ന പോലത്തെയുള്ള ആളുകളാണ് ഈ അവന്തിക എന്ന് പറയുന്ന ട്രാൻസ് വുമണും അവരുടെ കൂട്ടത്തിലുള്ള ആളുകളും. ഞാനീ പറയുന്ന 100% ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ 50% ഞാൻ എടുക്കുകയാണ്. 50% നല്ല ആളുകളാണ്. അങ്ങനെയുള്ള ആളുകളാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ അവന്തിക പറഞ്ഞ കാര്യങ്ങൾ തീർത്തും ഈ പറയുന്ന അടിസ്ഥാനരഹിതമാണ് അല്ലെങ്കിൽ വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞ ആളുകളൊക്കെ ആ കൂട്ടത്തിൽ വരുന്നതാണ്. ബാക്കിയുള്ള 50% ഈ അവന്തികയെ പോലെയുള്ള ആളുകളാണ്. സ്വന്തം ഈ പറയുന്ന കീശ വീർപ്പിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം മാനവും അഭിമാനവും ആരുടെയും മുൻപിൽ പണയം വെച്ചാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന 50% ആളുകളെ പറ്റിയാണ്. അപ്പോൾ മറ്റുള്ളവർ ഒരിക്കലും അവരെ ഞാൻ ഇകഴ്ത്തി പറയുന്നത് വിചാരിക്കരുത്. അപ്പോൾ ഈ അവന്തിക വന്നിട്ട് പറഞ്ഞൊരു കാര്യം, ഞാൻ അതിൻ്റെ ഒരു ഫണ്ണി വീഡിയോ കാണാനിടയുണ്ടായി. അപ്പോൾ ആ വീഡിയോ എന്തായിരുന്നു എന്നുള്ളത് ഓൾറെഡി നമ്മൾ പ്ലേ ചെയ്തതാണ്. അപ്പോൾ ആ വീഡിയോ ഒരിക്കൽ കൂടി ഞാനൊന്ന് പ്ലേ ചെയ്യുകയാണ്. അത് കണ്ടിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം. അതെ വാട്സപ്പിലാണ് അതെ വൺ നാട്ട് ടോക്ക് ടു യു. ഇത് രണ്ടും എനിക്ക് വാട്സപ്പിലാണ് വന്നേക്കുന്നത്. ഈ കോളും 10:48 ഒന്ന് 10:50 വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ തിരിച്ച് 2 പ്രാവശ്യം വിളിച്ചു. പിന്നെ ഒരു ഹായ് വന്നു. പിന്നെ കുറച്ച് മുന്നേ ആണ് വന്നത്. എനിക്ക് വരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കോളാണ്.
അതെ, സൗഹൃദ ബന്ധമായിരുന്നു. പിന്നീട് അയാളുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ലൈംഗിക വൈകൃതം തോന്നുന്ന വാക്കുകളായപ്പോൾ ഞാൻ ആ ബന്ധം ഒരു ഡിസ്റ്റൻസ് ഇട്ടാണ് ഞാൻ കീപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് നിന്നെ റേപ്പ് ചെയ്യുന്ന പോലെ ചെയ്യണം എന്നാണ് അയാൾ എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടത്. ചെറുക്കനത് പറയുമ്പോഴുള്ളൊരു വികാരമുണ്ടല്ലോ, റേപ്പ് ചെയ്യുന്ന പോലെ ചെയ്യണമെന്നാണ് പറയുന്നതെന്ന്. ഇതിനേക്കാൾ മാന്യതയുണ്ട് ഈ പാലത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക്. ഇത് പറയുന്നത് മോശമാണ്, എന്നാലും ഞാനങ്ങ് പറഞ്ഞു പോയതാണ്. അപ്പോൾ ഇതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന ആരോപണങ്ങളെല്ലാം കള്ളമായിരുന്നു എന്നുള്ളത് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും മനസ്സിലായി. എന്നാൽ അതിനുശേഷവും പേരെടുക്കണമെന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി റിനി ആൻഡ് ജോർജ് എന്ന് പറഞ്ഞുകൊണ്ട് ശരീരഭാഗങ്ങൾ അവിടെ ഇവിടെയും കാണിച്ചുകൊണ്ട് ഈ പറയുന്ന പബ്ലിസിറ്റി, ചീപ്പ് പബ്ലിസിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഒരു സ്ത്രീയെ നമ്മൾ കണ്ടതാണ് അല്ലേ. അവർക്കൊന്നും ഒരു വിഷയമില്ല, അവരുടെ ശരീരഭാഗങ്ങൾ മറ്റുള്ളവർ കണ്ടാലോ അല്ലെങ്കിൽ അതിൽ കൂടി പബ്ലിസിറ്റി കിട്ടുന്നതൊന്നും അവർക്കൊരു വിഷയമില്ല. അവർക്ക് വിഷയം ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഒരാളിനെ കരുവാക്കണം. അതിനു വേണ്ടിയിട്ട് ഈ പറയുന്ന മനുഷ്യനല്ലാത്ത അല്ലെങ്കിൽ ആണല്ലാത്ത പെണ്ണല്ലാത്തൊരു വിഭാഗം ആളുകളെയും അതേപോലെ തന്നെ സ്ത്രീകളെയും ഒക്കെ മുന്നിലേക്ക് കൊണ്ടുവന്ന് കാണിക്കുന്ന ഒരു ചെറ്റത്തരമുണ്ടല്ലോ, അത് രാഷ്ട്രീയത്തിലാണെങ്കിലും അല്ലാതെ ആണെങ്കിലും ആ ഒരു ചെറ്റത്തരം എത്രത്തോളം വൃത്തികെട്ടൊരു പരിപാടിയാണല്ലേ. ഒരുമാതിരി ആണും പെണ്ണും കെട്ട ആളുകളെ കൊണ്ടുവന്ന് മുന്നിലേക്ക് നിർത്തുക, ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് മുന്നിലേക്ക് നിർത്തുക, ആ ഒരു രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു കുടുംബം ഉണ്ടെന്നൊരു കാര്യം മനസ്സിലാക്കാതെ അല്ലെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കാതെ അവനോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന ആളുകൾ തന്നെ അവനെതിരെ സംസാരിക്കുമ്പോൾ എന്തൊരു വൃത്തികെട്ട ഒരു പരിപാടിയാണല്ലേ. പാർട്ടിക്കകത്താണെങ്കിലും പുറത്താണെങ്കിലും ഈ ഒരു കാര്യം പാർട്ടിക്കകത്താണ് നടന്നിരിക്കുന്നത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഇത് രാഹുലിനെതിരെ രാഹുലിൻ്റെ കൂട്ടത്തിലുള്ള തലമൂത്തപ്പന്മാർ തന്നെ ശ്രമിച്ച് രാഹുലിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു പരിപാടിയാണ്. കാരണം വെറും 35 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു വ്യക്തി ഒരു MLA ആയി അല്ലെങ്കിൽ ഈ കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നു. ഇനി നാളെ MLA മാറി മുഖ്യമന്ത്രിയോ ആരെങ്കിലുമൊക്കെ ആകാനുള്ള സാധ്യതയുള്ളതിനാൽ അവനെ തഴഞ്ഞു കളഞ്ഞേക്കാമെന്നുള്ള അല്ലെങ്കിൽ ജനപ്രതിനിധി ആയതുകൊണ്ട് തന്നെ ജനപ്രീതി ഒരുപാടുള്ളത് കൊണ്ട് തന്നെയും ജനങ്ങൾക്കിടയിൽ ഒരു സമ്മതിദായകനെ പോലെ നിന്നു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് മനസ്സിലായതുകൊണ്ട് അവനെ തടയിട ഇടാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്തിരിക്കുന്ന പരിപാടികളൊക്കെയാണ് ഈ രാഹുലിനെതിരെ നടന്നിരിക്കുന്നത് എന്ന് ഞാനിത് പറയുമ്പോൾ ആർക്കെങ്കിലും സംശയം തോന്നാനുണ്ടോ? ഒന്നുമില്ല, കാരണം സത്യം അത് തന്നെയാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒതുക്കാൻ വേണ്ടിയിട്ട് ചെയ്ത പരിപാടിയായിരുന്നു, അല്ലെ കണ്ടുപിടിച്ച പരിപാടിയായിരുന്നു. പക്ഷേ അത് അടപടല മൂഞ്ചി. അവന്തികയുടെ അഭിനയം അത്ര ഏറ്റില്ല. ഈ മൊട്ട അരുൺ എന്തൊരു കുത്തിക്കിഴപ്പായിരുന്നല്ലോ ഈ ഒരു വിഷയങ്ങളൊക്കെ കുത്തിപ്പൊക്കാൻ വേണ്ടിയിട്ട്. ചെറ്റത്തരമാണ്, അവർക്കൊപ്പം നിൽക്കാൻ പാടില്ല. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇന്ന് ഞാൻ കണ്ടൊരു വാർത്തയാണ്. രാഹുൽ ഈശ്വർ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിക്കുന്നത്. അദ്ദേഹം അന്ന് മുതൽ ഇന്ന് വരെ സംസാരിക്കുകയാണ്. അപ്പോൾ ഇതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, പോലീസ് FIR പുറത്ത് 10-ൽ 5 പരാതിയും രാഹുലിന് അനുകൂലം. റിനിക്കെതിരെ ഏതെങ്കിലും മാധ്യമം ഈ സത്യം നമ്മളോട് പറഞ്ഞോ? 5 പരാതികൾ റിനിക്കെതിരെയാണ്. അതായത് റിനി എന്ന് പറയുന്ന ഒരു യുവ നടിയെന്ന് സ്വന്തമായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്നവർക്കെതിരെ ഈ അവന്തിക ഈ ചാപ്റ്ററിലില്ല കേട്ടോ. അവന്തിക ഇതിൽ നിന്ന് മാറി. കാരണം അവന്തിക പറഞ്ഞെല്ലാം കള്ളമാണ്, ഇനി അവന്തിക അഭിനയിപ്പിക്കാൻ കൊള്ളൂല എന്ന് മനസ്സിലായതുകൊണ്ട് കോൺഗ്രസും BJPയും കമ്മ്യൂണിസ്റ്റും എല്ലാം അവന്തിക അങ്ങ് മാറ്റി. അപ്പോൾ ഇപ്പോൾ നിലവിലുള്ളത് റിനി ആൻഡ് ജോർജ് ആണ്. അപ്പോൾ ഈ റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ അല്ലെങ്കിൽ ആ ഒരു സ്ത്രീക്കെതിരെ ഒരുപാട് പരാതികൾ ഇപ്പോൾ വന്നിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതായത് ഒരു മനുഷ്യനെ കൊടുക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഒരു ആരോപണം ഉന്നയിച്ച് വിട്ടിരിക്കുകയാണ്, അങ്ങ് പടച്ചു വിട്ടിരിക്കുകയാണ്. അതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആളുടെ പേരൊന്നും പറയാൻ ആർക്ക് പറ്റുന്നില്ല. കാരണം പേരുമില്ല, നാളുമില്ല, ഒരു കോപ്പുമില്ല. അവർ വെറുതെ ഒരു ആരോപണം നടത്തിയിരിക്കുന്നതാണ്. ഇന്ന ആൾ എന്നെ ഇങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിച്ചു എന്ന് പറയുന്നുണ്ട്. എന്നാൽ ആരാണെന്ന് ചോദിക്കുമ്പോൾ പരാതി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പരാതി ഉണ്ടെന്നോ അല്ലെങ്കിൽ അതിനെപ്പറ്റി യാതൊരു വാക്കുപോലും മിണ്ടാത്ത ഒരാൾ കൂടിയാണ് ഈ പറയുന്ന റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന ഒരു വ്യക്തി. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യത്തിൽ എന്താണ് ഇപ്പോൾ ഈ രാഹുൽ ഈശ്വർ പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കിയിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ FIR, രാഹുലിനെതിരെ 10 പരാതികൾ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ മാധ്യമങ്ങളിൽ വ്യാപകമായി കണ്ടു കാണും. നിങ്ങളിൽ പലരും വിചാരിച്ചും കാണും 10 പരാതിയൊക്കെ വന്നതല്ലേ, പ്രശ്നമല്ലേ. സത്യം എന്താണെന്നറിയാമോ? ഞെട്ടണം നിങ്ങൾ ഓരോരുത്തരും. അതിലെ 5 പരാതി രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജീവിതം തകർക്കാൻ ശ്രമിക്കുന്നുവെന്നും രാഹുൽ എന്ന യുവനേതാവിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുവെന്നും കള്ളം പറയുന്നുവെന്നും വ്യാജ പ്രചാരണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചെയ്യുന്നുവെന്നും പറഞ്ഞ് റിനിക്കും ഹണിക്കുമെതിരെയുള്ള പരാതികളാണത്. മീഡിയക്കാർ എത്ര വിദഗ്ധമായിട്ടാണ് മറച്ചു വെക്കുന്നത് 10 പരാതികളുണ്ട് എന്ന്. രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി 5 പരാതികൾ. ആ 10-ലെ 5 പരാതികൾ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ടുള്ളതാണ്. എത്ര മീഡിയ നമ്മളോട് ഇത് പറഞ്ഞു? ഇത് റിനിക്കെതിരെയുള്ള പരാതിയാണ്, ഹണിക്കെതിരെയുള്ള പരാതിയാണെന്ന് എത്ര മീഡിയ പറഞ്ഞു? നിങ്ങൾ കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും അത്ഭുതം ഉണ്ടാവും, അത് ശരിയാണോ എന്ന്. നമുക്ക് നോക്കാം. ആ FIR-ന്റെ കോപ്പിയാണിത്. ഞാൻ ആ കോപ്പിയിൽ പരാതി അയച്ചവരുടെ പേരടക്കം എടുക്കാം. ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട്, ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോർട്ട്, തിരുവനന്തപുരത്താണ് അത് കൊടുത്തിരിക്കുന്നത്. 2ാമത്തെ പേജ്, 3ാമത്തെ പേജ്, അതിലാണ് പ്രഥമ വിവരം കൊടുത്തിരിക്കുന്നത്. ഇതിലാണ് എന്നിട്ട് ഓരോ പരാതിയും അതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അങ്ങനെ പരാതി കൊടുത്ത ഓരോരുത്തരും വെച്ച് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ആദ്യത്തേത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പരാതി, അഡ്വക്കേറ്റ് ഷിൻഡോ സെബാസ്റ്റ്യൻ. 2ാമത്തെ പരാതി, അപ്പൊ ഞാൻ വിചാരിച്ചു ഭയങ്കര പരാതികളായിരിക്കും, ഒരു സ്ത്രീയുടെ പരാതി കൂടിയാണ്. സ്ത്രീയുടെ പേര് ജീന സജി തോമസ്. എന്താ പരാതി എന്നറിയാമോ? ജീന സജി തോമസ് 24 ഓഗസ്റ്റ് ചെയ്തത്, സർ
രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെയുള്ള പബ്ലിക് സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ച് ഒരു അന്വേഷണം വേണം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ അന്വേഷണം തീരുന്നതുവരെ MLA ആയി തുടരണം. പ്ലീസ് ഡോണ്ട് സ്പോയിൽ എ മാൻസ് ലൈഫ്. പ്ലീസ് ഡോണ്ട് സ്പോയിൽ എ മാൻസ് ലൈഫ് വിത്ത് മീഡിയ ഫാബ്രിക്കേറ്റഡ് പ്രൂഫ് ആൻഡ് അക്വിസിഷൻ. പ്ലീസ് ഡോണ്ട് ക്രിയേറ്റ് അനദർ നമ്പി നാരായണൻ. മറ്റൊരു നമ്പി നാരായണനെ ക്രിയേറ്റ് ചെയ്യരുത്. പോലീസിന് കിട്ടുന്ന പരാതി നമ്പർ 2. ഇനി അടുത്തത് DGP അടുത്ത ആരായിരിക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെയുള്ള പരാതി അന്വേഷിക്കണമെന്നും അത് ഒരു പ്രമുഖ ചാനലിലെ ആൾക്കാരും എല്ലാവരും കൂടെ സെറ്റിൽ ചെയ്തു എന്നൊരു വാർത്തയുണ്ട് എന്ന് പറഞ്ഞ് നായിബ് EM എന്നൊരാൾ പരാതി കൊടുത്തിരിക്കുന്നു. അടുത്ത പരാതി യുവമോർച്ച സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ്, രാഷ്ട്രീയ പ്രേരിതമായ പരാതി, ശ്രുതി NE. ഇതിനെക്കുറിച്ച് തറവായ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തണമെന്ന് പറഞ്ഞാണ്. അത് രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ തന്നെയാണ്. അടുത്ത പരാതി തോമസ് സാറ. ആ തോമസ് സാറ കൊടുത്തിരിക്കുന്നത് നോക്കണേ, കാണാൻ പറ്റുമോ? തോമസ് സാറ കൊടുത്തിരിക്കുന്ന പരാതി കണ്ടില്ലേ? ഇതിൽ രാഹുൽ ഈശ്വർ പറയുന്ന കാര്യങ്ങളിൽ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, അതായത് ഈ മാധ്യമങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. മാധ്യമങ്ങളാണ് ആവശ്യമില്ലാത്ത വിഷയങ്ങൾ പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ ആരാണ് ആദ്യം മുന്നിൽ നിൽക്കുന്നത്? നമുക്കറിയാം, സ്വാഭാവികമായിട്ട് റിപ്പോർട്ട് ചാനലാണ്. ആർക്കോ വേണ്ടിയിട്ട് അടിമപ്പണി എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആർക്കോ വേണ്ടിയിട്ട് അടിമപ്പണി എടുത്തുകൊണ്ട് റിപ്പോർട്ട് ചാനലും സംഘവും കാണിക്കുന്ന ഒരു ചെറ്റത്തരം അല്ലെങ്കിൽ ശുദ്ധമായിട്ടുള്ള തന്തയില്ലായ്മയാണ് ഈ ഒരു പരിപാടിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ കൊടുക്കണമെന്ന് ആരോ പറഞ്ഞതിൻ്റെ പേരിൽ അതിനു വേണ്ടിയിട്ട് ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട്, അതിനു വേണ്ടിയിട്ടൊരു ചാപ്റ്ററും എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടൊരു എപ്പിസോഡും എടുത്തുകൊണ്ട് ഡോക്ടർ അരുൺകുമാറും സുജയും എല്ലാവരും കൂടി ചേർന്ന് നടത്തിയ ഒരു പരിപാടി, ആ ഒരു പരിപാടി അതിവിദഗ്ധമായിട്ട് പൊളിയുകയും ചെയ്തു. ഇപ്പോൾ രാഹുലിൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് വരുമ്പോൾ, അല്ലെങ്കിൽ ഈ തെളിവുകൾ ഇല്ലാതെ വരുമ്പോൾ ഇതിനെപ്പറ്റി എന്താണ് ഇവർക്ക് സംസാരിക്കാനുള്ളത്? ഒന്നും സംസാരിക്കാനില്ല. ഇതേ കാര്യങ്ങൾ തന്നെയല്ലേ വേടൻ്റെ വിഷയത്തിൽ സംഭവിച്ചത്? എവിടെയോ കിടക്കുന്ന ഏതോ പെൺകുട്ടികളെ മുൻപിലേക്ക് കൊണ്ട് നിർത്തിക്കൊണ്ട് പയ്യന്മാരെ ക്രൂശിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു നല്ലൊരു സമൂഹത്തിലൊരു ആളുകൾക്കിടയിൽ കുറച്ച് പബ്ലിസിറ്റി ഉള്ള, അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ കുറച്ച് സ്വീകാര്യതയുള്ള അങ്ങനെയുള്ള ആളുകളെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ഇവർ കണ്ടുപിടിക്കുന്ന ഒരു മാർഗ്ഗമാണ്, അല്ലെങ്കിൽ ഒരു വജ്രായുധമാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞു, അങ്ങനെയുള്ള ഒരു ആയുധമാണ് സ്ത്രീകളെന്ന് പറയുന്നത്. ഈ സ്ത്രീകളെ മുന്നിലേക്ക് നിർത്തിക്കഴിഞ്ഞാൽ പിന്നീട് വേറൊരു ചോദ്യം വരില്ലല്ലോ. കാരണം സ്ത്രീകളാണല്ലോ ഇരകളെന്ന് പറയപ്പെടുന്നത്, അല്ലെങ്കിൽ സ്ത്രീകളാണല്ലോ ഈ പറയുന്ന അബ്യൂസ് ചെയ്യപ്പെടാനായിട്ട് മുന്നിലേക്ക് നിന്ന് പെട്ടുപോയ ആളുകൾ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ പറ്റി സംസാരിക്കുമ്പോൾ അവർക്ക് വേണ്ടി ചോദിക്കാൻ ഒരുപാട് സംഘടനകൾ വരും. അവർക്ക് വേണ്ടി ചോദിക്കുന്ന ഒരാളാണെന്നുള്ളത് കൊണ്ട് സമൂഹത്തിൽ കുറച്ച് പബ്ലിസിറ്റി കിട്ടും, അല്ലെങ്കിൽ സ്വീകാര്യത കിട്ടും. ഇങ്ങനെ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും വോട്ട്, അതിന് വേണ്ടിയിട്ട് അവർക്ക് ഇലക്ഷൻ മുന്നിൽ നിൽക്കാൻ പറ്റും. ഇപ്പോൾ ഈ VD സതീശൻ എന്ന് പറയുന്ന വ്യക്തി ഇവരെല്ലാം കാണിച്ചിരിക്കുന്നത് ഈ രാഹുലിനെ നൈസായിട്ടങ്ങ് തഴഞ്ഞു കളഞ്ഞു. എല്ലാവരും കൂടി ഒത്തുചേർന്നൊരു പരിപാടി നടത്തിയിട്ട് രാഹുലിനെ തഴഞ്ഞു കളഞ്ഞിട്ട് ഇവർ പറയുന്ന വലിയൊരു വീരവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനൊരു ആരോപണം ഉണ്ടായപ്പോൾ തന്നെ ഈ രാഹുലിനെ ഞങ്ങൾ അവിടുത്തെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി. കാരണം അങ്ങനെയുള്ളൊരു വ്യക്തി, ഇങ്ങനെ ഒരു ഇത്രയും സ്ത്രീകളുമായിട്ട് ഇടപഴകുന്ന ഒരു വ്യക്തി ഈ അധ്യക്ഷ സ്ഥാനത്ത് ഇരിക്കുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അത് ഞങ്ങളുടെ ഈ പറയുന്ന ഒരു നിലപാടിന് എതിർപ്പാണ്, അല്ലെങ്കിൽ നിലപാടിന് യോജിക്കുന്നതല്ല. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് ഞങ്ങൾ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി എന്നാണ് പറഞ്ഞത്. അപ്പോൾ വലിയൊരു മാതൃകാപരമായിട്ടുള്ളൊരു അച്ചടക്ക നടപടി സ്വീകരിച്ചു എന്നൊക്കെയാണ് ഇവർ വാദിക്കുന്നത്, അല്ലെങ്കിൽ ഇവർ പറഞ്ഞു പരത്താൻ ശ്രമിക്കുന്നത്. എന്ത് അച്ചടക്ക നടപടിയാണ്? കൂട്ടത്തിൽ ഒരുത്തനെ പറ്റി ഒരു കള്ള ആരോപണം വന്നപ്പോൾ അവനെ ചേർത്ത് പിടിക്കാൻ സാധിക്കാത്ത എന്ത് നേതാവാണ് VD സതീശ നിങ്ങളൊക്കെ? മറ്റുള്ളവരെന്തെങ്കിലും പറഞ്ഞാലും ഓക്കെ, അത് എതിർ കക്ഷികളാണല്ലേ, എതിർ പാർട്ടിയിലുള്ള ആളുകൾ കുറ്റം പറയുന്നത് പറയാം. പക്ഷേ കൂടെ നിൽക്കുന്ന നിങ്ങൾ തന്നെ ഇങ്ങനത്തെ പരിപാടി കാണിക്കുമ്പോൾ, നിങ്ങളുടെ ഒരു സ്ഥാനക്കയറ്റത്തിന് വേണ്ടിയിട്ടും അധികാര മോഹത്തിന് വേണ്ടിയിട്ടും ഒരു ചെറുപ്പക്കാരനായിട്ടൊരു പയ്യനെ, ഒരുപാട് ഭാവിയുള്ളൊരു പയ്യനെ ഇങ്ങനെ അടിച്ചമർത്തേണ്ട ആവശ്യമുണ്ടായിരുന്നോ? ഇതിനെ പറയുന്ന ഒരു പേരാണ് സത്യം ഒരിക്കലും മൂടി വെക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു പേരാണ്. കാരണം എത്ര കണ്ട് നിങ്ങൾ മൂടി വെക്കാൻ ശ്രമിച്ചാലും സത്യം ഒരു നാൾ പുറത്തു വരുമോ എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് നമ്മളിവിടെ കാണുന്നത്. രാഹുലിനെതിരെ തുടക്ക കാലഘട്ടങ്ങളിൽ വലിയ പരാതിയുമായിട്ട് വന്നിട്ടുള്ള ആളുകളെ ഇവിടെ കാണാനില്ല. ഇതേ സംഭവം പോലെ തന്നെ വേടൻ്റെ വിഷയത്തിലും വേടനെതിരെ ഹർജി പരിഗണിക്കുമ്പോൾ 2 ഇരകൾ വരും, ഹർജി പരിഗണിച്ച് കഴിയുമ്പോൾ ഒരു ഇര വരും, പോലീസ് കേസ് പരിഗണിക്കുമ്പോൾ 1 ഇര വരും. അങ്ങനെ 5-6 ഇരകളൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ. എന്നാൽ ഈ ഇരകൾക്കൊക്കെ എന്താണ് ഒരു കഴമ്പുള്ളത്, അല്ലെങ്കിൽ ഈ ഇരകളൊക്കെ ആരാണെന്ന് ചോദിക്കുമ്പോൾ അതിനെപ്പറ്റി ആർക്കും ഒരു ഉത്തരവുമില്ല. എന്നാൽ അതിനെപ്പറ്റി ഒരു ഫോളോ അപ്പ് ഇല്ല, അപ്ഡേഷൻസും ഒന്നുമില്ല. ഇതേ കാര്യം തന്നെയാണ് രാഹുലിൻ്റെ വിഷയത്തിൽ. ഇപ്പോൾ രാഹുലിൻ്റെ വിഷയത്തിൽ രാഹുലിൻ്റെ ഈ MLA സ്ഥാനം കൂടി കളയണമെന്ന് പറഞ്ഞിട്ടായിരുന്നു VD സതീശനും അതേപോലെ ഇവിടെയുള്ള ആളുകളെല്ലാം ശ്രമിച്ചത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് അത് ആ ഒരു മോഹം അങ്ങ് മാറ്റി വെച്ചാൽ മതി, അത് ഞാൻ രാജിവെക്കണോ വേണ്ടെന്നൊക്കെ ഞാനല്ലേ തീരുമാനിക്കുന്ന സഖാവെ, അല്ലെങ്കിൽ സാറേ എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ ഈ രാഹുലിനെതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഇവർക്ക് മനസ്സിലായി. അയാൾ സ്വമേധയാ ഈ രാജിവെച്ചെങ്കിൽ അല്ല ഇവർക്ക് അതിൽ ചെയ്യാൻ പറ്റില്ല, അല്ല ഇവർക്ക് ഈ പറയുന്ന ടെർമിനേഷനൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ അയാൾ ഇപ്പോഴും MLA സ്ഥാനത്ത് ഇരിക്കുന്നുണ്ട്. സത്യം മറന്നേക്ക് പുറത്ത് കൊണ്ടുവരിക എന്നുള്ളൊരു ദൃഢനിശ്ചയം അദ്ദേഹത്തിനുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവും.
ആ ഒരു ദൃഢനിശ്ചയത്തിൻ്റെ പേരിൽ തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും നിലകൊള്ളുന്നത്. എന്തായാലും സത്യം ഒരു ദിവസം പുറത്തു വരട്ടെ. ആരായിരുന്നു സത്യം, ആരായിരുന്നു തെറ്റെന്നുള്ളത് നമുക്ക് മനസ്സിലാവാൻ സാധിക്കട്ടെ. ഇനി തെറ്റ് ചെയ്തവരാരാണെങ്കിലും അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടികൾ എടുക്കാൻ സാധിക്കട്ടെ. അത് റിനിയാണെങ്കിലും അല്ലെങ്കിൽ വി ഡി സതീശനാണെങ്കിലും അല്ലെങ്കിൽ ആരാണെങ്കിലും ഏത് പാർട്ടിയിലുള്ള ആളുകളാണെങ്കിലും അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടികൾ എടുക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പറയുകയാണ്. ഈ പറഞ്ഞ ആരോപണമായിട്ട് വന്ന അവന്തികയോ അല്ലെങ്കിൽ റിനിയോ ആരാണെങ്കിലും ഇവരെയും പിടിച്ചകത്തിടണം. കാരണം ഇവർ ഈ പറഞ്ഞ ആരോപണങ്ങൾ ഇവരുടെ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇവർക്ക് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടോ ആയിരുന്നു എന്നുണ്ടെങ്കിൽ, ഈ ചെറ്റത്തര ഇവർ കാണിച്ചത് അതിനുവേണ്ടി മാത്രമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവർ അഴിയെണ്ണേണ്ട ആളുകൾ തന്നെയാണ്. ആണുങ്ങൾക്കെതിരെ അല്ലെങ്കിൽ പുരുഷന്മാർക്കെതിരെ വലിയൊരു ആരോപണം ഉന്നയിച്ച് വരുമ്പോൾ ഇങ്ങനെയുള്ള പണികൾ കിട്ടുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വജ്രായുധം എന്ന് പറയുന്ന സ്ത്രീകളെ മുന്നിലേക്ക് നിർത്തി കളിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ചരട് വലിക്കുന്ന ആളുകൾക്ക് ഒരു മറുപടിയാവും, തിരിച്ചടിയാവും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്.